എങ്ങാനും ശരിയാവോ ബോബ്സേ? അതാണ് ഞാനും നോക്കുന്നത്. ഇങ്ങനെ നോക്കി നിക്കാൻ തോന്നിട്ട് എത്ര നേരമായി പപ്പ? ഞാൻ അറിയാൻ മേലാണ്ട് ചോദിക്കണാണ്. ഈ വണ്ടിയും കൊണ്ട് വീടിന്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങി വില കിട്ടുന്നതാണോ? പിന്നെ അല്ലാതെ നീ ഈ കാറിൽ വന്ന് വീട്ടിന്റെ ഫ്രണ്ടിൽ ഇറങ്ങുമ്പോ നാട്ടുകാരെല്ലാം കാണും. അപ്പൊ നാട്ടുകാരെന്ത് പറയും? എന്തു പറയും? ഇവിടെ നിന്ന് ഒളിച്ചോടി പോയ ലച്ചു കാറിലാണ് ഇപ്പൊ വന്ന് ഇറക്കിയിരിക്കുന്നത് പറയും. അപ്പൊ നിനക്ക് വില കിട്ടൂലേ? നിന്റെ വീട്ടുകാർക്ക് വില കിട്ടൂലേ? ഇതൊക്കെ മനസ്സിലാക്കണം. വിലയൊക്കെ കിട്ടും, പക്ഷെ അതിന് ഇത് സ്റ്റാർട്ടാക്കി ഉടൻ വരെ എത്തിക്കണ്ടേ? ഇതാരുടെ വണ്ടി ബോബ്സേ? ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയാണ്. അവര് ഇതിൽ ഡെയിലി കറങ്ങാൻ പോണാണ്. പക്ഷെ ഇപ്പൊ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അവര് ഡെയിലി കറങ്ങാൻ പോണേ, പിന്നെ ഇപ്പൊ സ്റ്റാർട്ട് ആയാലും എന്താ? അതാണ് മനസ്സിലാവാത്ത. പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്ന? പിന്നെ 1000 രൂപയ്ക്ക് അടിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ 600 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. അതൊന്നും അല്ല. പിന്നെന്താ സ്റ്റാർട്ട് ആവാത്ത? എനിക്ക് തോന്നുന്നത് ചൂടാവാത്തോണ്ടായിരിക്കും. എഞ്ചിൻ ചൂടായില്ലെങ്കിൽ ചില വണ്ടികൾക്ക് ഇങ്ങനെ പറ്റും. അത്ര ഉള്ള വാ ഇങ്ങോട്ട് കുറച്ച് ചപ്പൊക്കെ പറക്കിക്കൊണ്ടുവരാം. എന്തിന്? കൂട്ടിട്ടങ്ങ് കത്തിക്കാം. അപ്പൊ ബുദ്ധി എന്നിട്ടാണ് വണ്ടി മൊത്തം കത്തി പോവാൻ. ഇപ്പൊ എനിക്കങ്ങനെ അറിയാനോ, അതുകൊണ്ട് ചോദിച്ചല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒന്ന് കൈവേ, ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ കൈവയ്ക്കാല്ല, പുറകിൽ പോയി തള്ളാൻ. തള്ള അവള് ബെസ്റ്റാ. അങ്ങനെയാണ് ഇവിടെ സൈഡിൽ നിർത്തിയത്, വണ്ടി പറക്കും. നീ പൊടി ലച്ചു, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കല്ലേ. നിനക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, അത് മറന്നു പോകരുത്. നിങ്ങൾക്ക് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തണോ? സദ്യ കഴിക്കാനുള്ളതാ. പോയി തള്ളു. ഇവളിതിന് പിന്നെ ഇങ്ങനെ കച്ചറ കൂടാൻ നിൽക്കണം അല്ലേ ബോബ്സേ? കഷ്ടമുണ്ട്. എനിക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ, എന്റെ നാടായി പോയി. അത് കേറട്ടെ. ഒന്ന് ഞെക്ക്. സാധനാണ്. നിനക്ക് നാട്ടിലെത്തിയപ്പോ കുറച്ച് അഹങ്കാരം കൂടിയുണ്ട് കേട്ടാ. ശരിയാ? അതെങ്ങനെ? അതിന് അടി കൂടല്ലേ, അതിന് അടി കൂടല്ലേ. ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ട് ആവുമെന്ന്. ഇനി എവിടെ നിർത്തണ്ട? വേം വിട്ടോ. ഓക്കെ.